നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം കത്തുന്നു. നടപടി ആവശ്യപ്പെട്ട് യുവജന സംഘടനകൾ. ജനറൽ ആശുപത്രിയിലെ ഒരു ഡോക്ടറും തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മധൂർ ചേനക്കോട്ടെ യുവതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടറെ കാണണമെന്ന് ഇടനിലക്കാരൻ പറഞ്ഞതായും യുവതി KCN ന്യൂസിനോട്. ജില്ലാ പഞ്ചായത്ത് അംഗമായി ഷാനവാസ് പാദൂർ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവം 20 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി. കുടുംബ കോടതിയുടെ പ്രവർത്തനം അവതാളത്തിൽ. ജഡ്ജിയില്ലാത്തത് കാരണം തീരുമാനമാകാതെ കിടക്കുന്നത് നിരവധി കേസുകൾ. നന്മയുടെ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 7-ന്. സമ്മേളനത്തിന് വേദിയാകുന്നത് നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ AUP സ്കൂൾ. വിശദമായ വാർത്തകളിലേക്ക്. ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആശുപത്രിയിലെ അഴിമതി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗിയോട് പണം ആവശ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്ന നിമിഷം മുതൽ പ്രതിഷേധം അലതല്ലുകയാണ്. ഇതിനെ തുടർന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച രാവിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. നഗരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കൊല്ലമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഒരു നേരത്തെ കൂലിവേല ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട പട്ടിണി പാവങ്ങളാണ് ഈ ആശുപത്രിയെ സമീപിക്കുന്നത്. അതുപോലെ തന്നെ ആദിവാസികളും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുമാണ് ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്നത്. അവരോട് പോലും ഒരു ദയാദാക്ഷണ്യം പോലുമില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത നിങ്ങളുടെ ഈ അഴിമതിയെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ വിചാരണ ചെയ്യാൻ മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്ഥാനം തയ്യാറാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഈ അനാസ്ഥക്കെതിരായിക്കൊണ്ട് സമരം ചെയ്യും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇന്നലെ വാർത്ത വന്നപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആസിഫ് സഹീർ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം ബംബ്രാണി, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അഷഫ് എടനീർ, ജില്ലാ സെക്രട്ടറി മമ്മൂച്ചാല, മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സന്തോഷ് നഗർ, CA അമിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പാവപ്പെട്ട സ്ത്രീയോട് കൈക്കൂലി ആവശ്യപ്പെട്ട് ചികിത്സ നിഷേധിച്ച സംഭവത്തിനെതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് യുവാക്കൾ ധർണാ സമരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. മെഡിക്കൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണാ സമരം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾ ചെയ്യുന്നത് സേവനമാണ് എന്ന മനോഭാവത്തിലേക്ക് ഉയർന്നു വരുന്നില്ല. സർക്കാരിൽ നിന്നും ശമ്പളം കൊടുക്കുന്നുണ്ട്, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാ തരത്തിലുള്ള സൗജന്യങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് നിർദ്ധരായിട്ടുള്ള രോഗികൾ നമുക്കറിയാം അങ്ങേറ്റം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡോക്ടർമാർക്ക് കൊടുക്കേണ്ട ഫീസ് പോലും കൊടുക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് പ്രധാനമായും സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം രോഗികളിൽ നിന്ന് അവരുടെ അണ്ണാക്കിൽ കൈയിട്ട് മാറുന്ന സമീപനമാണ് ചില ഡോക്ടർമാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ചികിത്സയ്ക്കെത്തിയ യുവതിയോട് ജനറൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാർ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ബന്ധുക്കൾക്ക് തുക എത്തിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കുകയും ചെയ്തതായി പരാതി ഉയർന്നിരുന്നു. മധൂർ ചേനക്കോട്ടെ യുവതിക്കാണ് ഈ അവസ്ഥ ഉണ്ടായത്. ഗർഭപാത്രം പുറത്തേക്ക് തള്ളിയതിനാൽ ചികിത്സ തേടിയെത്തിയ യുവതിയോട് കൈക്കൂലി ആവശ്യപ്പെട്ട ഡോക്ടർമാർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. അനിൽ ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. P ശിവപ്രസാദ്, CM ബഷീർ, ഷമീൽ, KS സുജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് മധൂർ ചേനക്കോട്ടെ സരസ്വതി. ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്നത് ദുഷ്പ്രചരണം മാത്രമാണെന്നും സരസ്വതി.
കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന സംഭവം ഏറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മധൂർ ചേനക്കോട്ടെ സരസ്വതിക്കാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ദുരിതമേൽക്കേണ്ടി വന്നത്. അസഹനീയമായ വേദനകളെ തുടർന്ന് ഗർഭപാത്രം ചികിത്സയ്ക്കായാണ് യുവതി ജനറൽ ആശുപത്രിയിൽ എത്തിയത്. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടറെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നാണ് അവർ പരിശോധിച്ചിരുന്നത്. പിന്നീട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ പണം നൽകിയാൽ മാത്രമേ ഓപ്പറേഷൻ സാധ്യമാകുമെന്ന് ഡോക്ടറുടെ ഇടനിലക്കാർ പറഞ്ഞുവത്രേ. പണം നൽകാത്തതിനെ തുടർന്ന് ഇവർ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. പട്ടികജാതിക്കാരിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇവരെ ഒഴിവാക്കുകയായിരുന്നു. ഡോക്ടർ മരുന്നും കൊടുത്തിട്ടില്ല, എന്ന് കൊടുത്തിട്ടില്ല. അങ്ങ് ഡിസ്ചാർജ് ആയിട്ട് അങ്ങ് വന്നിട്ട് രണ്ടാമത് മിഞ്ഞാന്ന് തിങ്കളാഴ്ച പോയിട്ടപ്പം പറയുന്നു പിന്നെ ചോര കയറ്റണം എന്നല്ല പറഞ്ഞു എന്നോട്. ചോരെല്ലാം കയറ്റണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇന്നലെ പോയിട്ട് പറയുന്നു ഡിസ്ചാർജ് ആക്കിയിട്ട് ഇപ്പോൾ ചോരെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോര കയറ്റാൻ റെഡി ആയിട്ട് പോയിട്ട് പോകുമ്പോൾ പെണ്ണുങ്ങൾ പറയുന്നത് ഇപ്പോൾ കടലാസ് ഉണ്ടോ നിങ്ങളെ കയ്യിൽ? കടലാസ് നിങ്ങൾ ഓരോ കയ്യിൽ നിന്ന് എന്തിനു കടലാസ് റിപ്പോർട്ട് എന്തിനു കൊണ്ടുപോയത്? പെണ്ണുങ്ങളെ ഡിസ്ചാർജ് ആക്കിയിട്ട് ഈ പെയിൻ്റെല്ലാം തേക്കുന്നില്ലല്ലോ. പെണ്ണുങ്ങൾ എന്നെ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കിയതെന്ന് പെണ്ണുങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ പെണ്ണുങ്ങൾ കാല് മാത്രം ഒന്നും പിടിച്ചിട്ടില്ല. അത്ര ഞങ്ങൾക്ക് ബേജാറായി ഞങ്ങൾ ഓളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. പിന്നെ ഡോക്ടർ എന്ത് പറഞ്ഞിട്ടില്ല, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പൈസ നിൽക്കട്ടെന്ന് പറഞ്ഞു, കയ്യിൽ നിൽക്കട്ട്, അത് ഓപ്പറേഷനെല്ലാം കഴിയട്ടെ. പിന്നെ ഞാൻ 1000 രൂപ ഗിരി ഡോക്ടറെ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ജ്യോതി ഡോക്ടർ പൈസ എന്ത് കേട്ടിട്ടില്ല. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികളോട് പണം ആവശ്യപ്പെടുന്നതായി നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. പ്രതിഷേധം വ്യാപകമാവുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ വീണ്ടും പണം ആവശ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഇതോടെ സംഭവം കൂടുതൽ വിവാദമാവുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായി ഷാനവാസ് പാദൂർ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ഷാനവാസ് വിജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഷാനവാസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഷാനവാസ് പാദൂർ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഷാനവാസ് ഇവിടെ നിന്നുമുള്ള അംഗമായിരുന്ന പാദൂർ കുഞ്ഞാമുഹാജിയുടെ മകനാണ്. ജൂലൈ 28-ന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ മൊയ്തീൻ കുഞ്ഞി കളനാടിനെയാണ് ഷാനവാസ് പരാജയപ്പെടുത്തിയത്. ജില്ലാ പഞ്ചായത്ത് ഭരണം തീരുമാനിക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഉദുമയിലേത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, DCC പ്രസിഡന്റ് CK ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ VPP മുസ്തഫ, M നാരായണൻ, KPCC നിർവാഹ സമിതി അംഗം P ഗംഗാധരൻ നായർ, മുസ്ലിം ലീഗ് നേതാവ് MC കമറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡിലെ കുഴിയിൽ വീണ് മരിച്ച ബൈക്ക് യാത്രക്കാരന്റെ കുടുംബത്തിന് സർക്കാർ 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കാസർഗോഡ് സബ് കോടതി വിധിച്ചു. 2006-ലാണ് ഉപ്പള പച്ചിലമ്പാറയിലെ അബ്ദുൽ ഖാദർ ബൈക്ക് യാത്രയ്ക്കിടെ കുഴിയിൽ വീണ് മരിച്ചത്. 2006 ജൂൺ 9-നാണ് കേസിനാസ്പദമായ സംഭവം. സുഹൃത്തിനൊപ്പം പോകവെയാണ് മഞ്ചേശ്വരം വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിനടുത്ത ദേശീയപാതയിലെ കുഴിയിൽ വീണ് അബ്ദുൽ ഖാദറിന് ഗുരുതരമായി പരിക്കേറ്റത്. തൊട്ടടുത്ത ദിവസം തന്നെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇദ്ദേഹം മരിച്ചു. വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന അബ്ദുൽ ഖാദർ അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. അപകടത്തിന് കാരണം ദേശീയപാത യഥാസമയം നന്നാക്കാത്തതിനാലും പൊതുപണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടുമാണെന്നും ഇതിന് ദേശീയപാത അതോറിറ്റി ഉത്തരവാദിയാണെന്നും കാണിച്ചാണ് ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത്. കാസർഗോഡ് സബ് കോടതി ജഡ്ജി PT പ്രകാശാണ് ശിക്ഷ വിധിച്ചത്. നഷ്ടപരിഹാരമായി 10,86,200 രൂപയും കേസ് ഫയൽ ചെയ്ത 2008 ജൂൺ 19 മുതലുള്ള 7.5% പലിശ ഉൾപ്പെടെയാണ് 20 ലക്ഷം രൂപ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ നൽകേണ്ടത്. ഈ വിഷയത്തിൽ കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തിട്ട് കുറേ കാലം ഇങ്ങനെ കഷ്ടത്തിൽ തന്നെ ജീവിച്ചു. എന്നിട്ട് ആ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഈ അടുത്ത് ഏകദേശം 2006 ജൂൺ 9-ന് നടന്ന സംഭവമാണ്. അതിനുശേഷം 2006-ന് ശേഷം ഇപ്പോൾ 10 വർഷത്തോളമായി ഈ കേസ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു. ഏതായാലും മിനിഞ്ഞാന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, AK ബാലൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് വാദിച്ചു. അവസാനം ആ കേസ് വിജയിക്കുകയും തുക പാസ്സാവുകയും ചെയ്തു.
കുടുംബ കോടതിയിൽ ജഡ്ജിയില്ലാത്തത് കോടതിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. ഇതുമൂലം നിരവധി കേസുകളാണ് തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജഡ്ജി സ്ഥലം മാറിപ്പോയ ശേഷം പകരം നിയമനം നടന്നിട്ടില്ല. കുടുംബ കോടതി ജഡ്ജിന്റെ അധിക ചുമതല വഹിച്ചിരുന്ന അഡീഷണൽ സെഷൻസ് 2 ജഡ്ജി സ്ഥലം മാറിപ്പോയത് ഇരുട്ടടിയായി. ഇപ്പോൾ ജില്ലാ ജഡ്ജിക്കാണ് ചുമതല. കാസർഗോഡ് കുടുംബ കോടതിയിലും ജഡ്ജിയില്ല. ഇതുമൂലം 100 കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ജീവനാംശം ലഭിക്കാനുള്ള അപേക്ഷ നൽകിയവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. കോടതി വിധി പ്രകാരം ജീവനാംശം ലഭിക്കുന്നവർക്ക് മുടങ്ങിയാൽ അത് കിട്ടുന്നതിന് കുടുംബ കോടതിയിലാണ് അപേക്ഷ നൽകേണ്ടത്. കോടതിയിലാണ് ഇവർക്കുള്ള തുക കൈമാറുക. ഇപ്പോൾ ജില്ലാ ജഡ്ജിക്ക് മുന്നിൽ അത്യാവശ്യ ഫയലുകളാണ് എത്തുന്നത്. ഗൗരവമായത് മാത്രം പരിഗണിക്കുന്നതിനാൽ ഭൂരിഭാഗവും ഫയലിൽ തന്നെയാണ്. പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാമെങ്കിലും ജഡ്ജി ഇല്ലാത്തതിനാൽ പരിഗണിക്കുന്നില്ല. കക്ഷികൾക്ക് ഇപ്പോൾ കാസർഗോഡ് കുടുംബ കോടതിയിൽ എത്തണം. ജഡ്ജി ഇല്ലാത്തതിനാൽ കേസ് പരിഗണിക്കുന്നതും വൈകുന്നു. ജഡ്ജിയുടെ അഭാവം ദൈനംദിന കാര്യങ്ങളെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരം വേദിയാകുന്നു. ഓഗസ്റ്റ് 7-ന് നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ AUP സ്കൂളിൽ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നീലേശ്വരം പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പിനാൻ നീലേശ്വരം, KN കീപ്പേരി, വിജയൻ നീലേശ്വരം, ജവഹർ മുരളി, ഗംഗൻ IT, KM ശ്രീധരൻ, PV സുരേന്ദ്രൻ, രാജഗോപാലൻ നായർ എന്നിവർ പരിപാടി വിശദീകരിച്ചു. ഞങ്ങളുടെ 1ാമത് ജില്ലാ സമ്മേളനം നടന്നത് നീലേശ്വരത്തായിരുന്നു, NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ. 2ാമത് ജില്ലാ സമ്മേളനം നടന്നത് ഉടുമയിലാണ്. 3ാമത് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് ലയൺസ് ഹാളിൽ. 4ാം ജില്ലാ സമ്മേളനം നീലേശ്വരത്തിൽ വെച്ചാണ്. 4ാമത് സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് 29, 30, 31 കോഴിക്കോടാണ് വെച്ച് നടക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. 2016-17 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെയും +1 ക്ലാസുകളുടെയും പ്രവേശനോത്സവമാണ് വ്യാഴാഴ്ച നടന്നത്. പ്രവേശനോത്സവം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിലെ അടിസ്ഥാന വർഗത്തിന്റെ സ്കൂളാണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത് 100% ശരിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാസർഗോഡ് നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും സാധാരണക്കാരായ കുട്ടികൾ പഠിച്ചാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധികളും ബാക്കി സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ വിദ്യാലയത്തെ നെഞ്ചോട് ചേർക്കാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ളത്, ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുകൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് NA നെല്ലിക്കുന്ന് MLA, നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, മുൻ നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിന്റെ ക്യാപ്റ്റനുള്ള പ്രധാനമന്ത്രിയുടെ അവാർഡും മികച്ച ജില്ലാ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട PT ഉഷ എന്നിവരെയും ആദരിച്ചു. മിസ്രിയ ഹമീദ്, ജയപ്രകാശ്, അബ്ബാസ് ബീഗം, അബൂബക്കർ തുരുത്തി, ഗീത G തോപ്പിൽ, P സുകുമാരൻ, C ഹരിദാസൻ, ഡൊമിനിക് അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുതിയ കോഴ്സുകളും ഓഫറുകളുമായി GTech കമ്പ്യൂട്ടർ സെന്റർ. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ആകെ ഫീസിന്റെ 70% മാത്രമേ ഫീസായി നൽകേണ്ടതുള്ളൂ. രാജ്യം 70ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഫ്രീഡം ഓഫർ പ്രകാരം കോഴ്സ് ഫീസിന്റെ 70% ഫീസ് അടച്ചാൽ മതിയെന്ന് GTech മാനേജ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ ഇത് 70% ഫീസ് ഇളവ് എന്ന് തെറ്റായാണ് നൽകിയിരുന്നത്. GTech മിയ പ്രിവിലേജ് കാർഡ് ഉപയോഗിച്ച് കേരളത്തിലുടനീളം 10,000-ലധികം ഷോപ്പുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും 3% മുതൽ 20% വരെ ഇളവിൽ ഷോപ്പിംഗ് നടത്താവുന്നതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. അനിൽകുമാർ, ദീപക്, ദേവദാസ്, NP ശില്പ എന്നിവർ സംസാരിച്ചു. കോട്ടൂർ ബദർ ജുമാ മസ്ജിദ് പ്രവാസി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനവും മതപ്രഭാഷണവും ഓഗസ്റ്റ് 5-ന് വെള്ളിയാഴ്ച ആരംഭിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കോട്ടൂർ ബദർ ജുമാ മസ്ജിദ് പ്രവാസി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സാംസ്കാരിക സമ്മേളനവും മതപ്രഭാഷണ പരമ്പരയും സംഘടിപ്പിക്കുന്നത്.
ആഗസ്റ്റ് 5 വൈകിട്ട് 7 മണിക്ക് ഉസ്താദ് സിദ്ദീഖ് ബാഹുസിനെ ഉദ്ഘാടനം ചെയ്യും. സോഷ്യൽ മീഡിയ പ്രവാചക വചനങ്ങളിലൂടെ എന്ന വിഷയത്തിൽ ഖലീൽ ഉദവി പ്രഭാഷണം നടത്തും. 6-7 തീയതികളിൽ EP അബൂബക്കർ ഖാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും. 7 വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോട്ടൂർ ബദർ ജുമാ മസ്ജിദ് പ്രവാസി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 3 ദിവസത്തെ മതപ്രഭാഷണ പരമ്പര ആഗസ്റ്റ് 5, 6, 7 തീയതികളിൽ ബദർ ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടത്തുകയാണ്. ആഗസ്റ്റ് 5-ന് കോട്ടൂർ ജമാഅത്ത് ഖത്തീബ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് ബഹാസിനി ഉദ്ഘാടനം ചെയ്യുന്നു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് വെള്ളിപ്പാട്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ KB മുഹമ്മദ് കുഞ്ഞി, M മാധവൻ, ബാലകൃഷ്ണ പുതിയപുര, ചന്ദ്രൻ കോട്ടൂർ, മുഹമ്മദ് കുഞ്ഞിയാജി ചോപ്പലം, മുസ്തഫ ബിസ്മില്ല, ആസിഫ് വെള്ളിപ്പാട്, ഷെരീഫ് ഓട്ടച്ചാൽ തുടങ്ങിയവർ സംബന്ധിക്കും. തർബിയ കൈതക്കാട് യൂത്ത് വിങ്ങിന്റെ ത്രിദിന വിജ്ഞാന സദസ്സ് കൈതക്കാട്ടെ സൈനുൽ ഉലമ നഗറിൽ നടന്നു. തർബിയ ഓഫീസിന്റെ ഉദ്ഘാടനവും തദവസരത്തിൽ നടത്തി. തർബിയ ഓഫീസിന്റെ ഉദ്ഘാടനം ഉസ്താദ് സിംസാറുൽ ഹഖുദവി നിർവഹിച്ചു. പ്രഭാഷണവും നടത്തി. ഒരുമിച്ചു നിന്നതിൻ്റെ, ഐക്യപ്പെട്ടതിൻ്റെ അടയാളമായി നൂറ്റാണ്ടുകളോളം ഈ മഹല്ലുവാസികളും പരിസരവാസികളും ആ പള്ളി കാണുമ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരുമയുടെ അടയാളമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വലിയ ഒരു സംരംഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഓടിപ്പാഞ്ഞ് നടന്നും ഫോൺ ചെയ്തിട്ടും സാമ്പത്തികമായും മാനസികമായും പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുമൊക്കെ ആരൊക്കെ ഈ പദ്ധതിയോടൊപ്പമുണ്ടോ സർവശക്തനായ അല്ലാഹു അവരുടെ എല്ലാ ചെറുതും വലുതുമായ ശ്രമങ്ങൾ സ്വീകരിക്കുകയും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിജ്ഞാന സദസ്സ് മുനീർ ഹുദവി ഉദ്ഘാടനം ചെയ്തു. MC ഇബ്രാഹിം ഹാജി അധ്യക്ഷനായിരുന്നു. തർബിയ ചെയർമാൻ C അബ്ദുൽ സലാം ഹാജി പ്രൊജക്ട് ലോഞ്ചിങ്ങും AV കരീം ഹാജി ബ്രോഷർ പ്രകാശനവും നിർവഹിച്ചു. AC റസാഖ് ഹാജി, C അഷ്റഫ് ഹാജി, EKP അബ്ദുള്ള ഹാജി, MA നാസർ, T ഖാദർ, TK മജീദ്, C ഷാഹുൽ ഹമീദ്, ഹനീഫ്, ഹസീബ് റസാഖ് എന്നിവർ സംസാരിച്ചു. നീലേശ്വരം അഴിത്തലയിൽ നീന്തൽ പരിശീലനം തുടങ്ങി. അഴിത്തല യൂണിറ്റ് DYFയും സ്ഥലം സഫ്ദർ ഹാഷ്മി ക്ലബ്ബുമാണ് സംഘാടകർ. മുൻ ഇന്ത്യൻ താരങ്ങളായ PK രാജേന്ദ്രന്റെയും KK രാജീവന്റെയും നേതൃത്വത്തിലാണ് നീന്തൽ പരിശീലനം നടക്കുന്നത്. CPM നീലേശ്വരം ഏരിയ സെക്രട്ടറി TK രവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ അവരെ ഇങ്ങോട്ട് പരിശീലനത്തിന് വിടാൻ തയ്യാർ. ഇപ്പൊ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിന് പുറത്തേക്ക് വിടാൻ ആരും തയ്യാറാവില്ല. നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് വാങ്ങിത്തരുന്ന ഭക്ഷണമൊന്നുമല്ല നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ വാങ്ങിച്ചു കൊടുക്കുന്നത്. നമ്മളെല്ലാം കുഞ്ഞുനാളിൽ വാങ്ങിച്ചു തന്ന ഭക്ഷണത്തിന്റെ പേര് നമ്മൾ ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ മേശ വാങ്ങിച്ചു കൊടുക്കുന്നത്? വൈകുന്നേരം നീലേശ്വരത്ത് വരുമ്പോൾ കുട്ടികൾ പറഞ്ഞ സാധനം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. ഒന്നിക്ക് പിസ്സ, പിന്നെന്ത് വേറൊരു സാധനം ഉണ്ടല്ലോ, മുട്ടിക്കൻ, ബർഗർ, പിസ്സ. ഇതെല്ലാം നമ്മുടെ ചെറുപ്പത്തിൽ പിസ്സയും ബർഗറും ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് കഞ്ഞീര വെള്ളം, കുളുത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തിയെടുക്കുന്നത്. വീട്ടിന് പുറത്തേക്ക്, അങ്ങോട്ട വീട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടാറില്ല. KV ഉമേശൻ അധ്യക്ഷനായിരുന്നു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് PK രതീഷ്, KV രജിത് കുമാർ, സുരേഷ് ബാബു, സുനിൽ അമ്പാടി എന്നിവർ സംസാരിച്ചു. K വിനീത് സ്വാഗതവും K മഹേഷ് നന്ദിയും പറഞ്ഞു. മഞ്ചേശ്വരത്ത് അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 2 ലോറികൾ പോലീസ് പിടിച്ചെടുത്തു. അങ്കടിമുഗറിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ലോറികൾ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം SI P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ പിടികൂടിയത്. ലോറി ഡ്രൈവർമാർ ഓടി രക്ഷപ്പെട്ടു. കർണാടക രജിസ്ട്രേഷനുള്ള 2 ലോറികളാണ് മണലുമായി അങ്കടിമുഗർ വഴി കടന്നു പോകുമ്പോൾ പിടിയിലാകുന്നത്. ഈ അടുത്ത കാലത്തായി കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായ രീതിയിൽ മണൽ കടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അധികാരികൾക്ക് കൃത്യമായ വിവരം നൽകാറുണ്ടെങ്കിലും ഇവരെ പിടികൂടാൻ തയ്യാറാവാറില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അധികാരികൾ തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന മണലൂറ്റും കാണാതെ പോവുകയാണ് അധികൃതർ. ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടേണ്ടുന്ന നിയമപാലകർ തന്നെ ഇവരെ സംരക്ഷിക്കുന്ന സമീപനം തുടർന്നാൽ ഉണ്ടാകാൻ പോകുന്നത് വൻ ഭവിഷ്യത്തായിരിക്കും. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനറൽ ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം കത്തുന്നു. നടപടി ആവശ്യപ്പെട്ട് യുവജന സംഘടനകൾ. ജനറൽ ആശുപത്രിയിലെ ഒരു ഡോക്ടറും തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മധൂർ ചേനക്കോട്ടെ യുവതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടറെ കാണണമെന്ന് ഇടനിലക്കാരൻ പറഞ്ഞതായും യുവതി KCN ന്യൂസിനോട്.
ജില്ലാ പഞ്ചായത്ത് അംഗമായി ഷാനവാസ് പാദൂർ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവം 20 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി. കുടുംബ കോടതിയുടെ പ്രവർത്തനം അവതാളത്തിൽ. ജഡ്ജി ഇല്ലാത്തത് കാരണം തീരുമാനമാകാതെ കിടക്കുന്നത് നിരവധി കേസുകൾ. നന്മയുടെ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 7-ന്. സമ്മേളനത്തിന് വേദിയാകുന്നത് നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ AUP സ്കൂൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.